അടുത്തതായിട്ട് ഏത് ആസനമാണ് ചെയ്യാൻ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാദഹസ്താസനാണ് ചെയ്യാൻ പോകുന്നത്. പാദം, കാലും കൈയും, ഹസ്തം കൈ അല്ലേ? ഹസ്താസനം. ഓക്കെ. പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നത് തന്നെ നമ്മുടെ ബോഡി സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷനും അതുപോലെ തന്നെ നമ്മുടെ ബാക്കും കോർ സ്ട്രെങ്തനും എല്ലാത്തിനും വേണ്ടിയാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ആസന ആണ് നമ്മുടെ ഈ പാദഹസ്താസനം ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? സാധനമാണ് ഫ്ലെക്സിബിലിറ്റി. അതെ അതെ, നമുക്കത് എങ്ങനെയാണ് ഇത് കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ഓക്കെ, ഷുവർ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അത് നേരെ നിർത്തിയ ബോഡി ഒന്ന് സ്പൈൻ പ്രോപ്പറായിട്ട് ഒന്ന് ന്യൂട്രലൈസ് ചെയ്യുക. അതുപോലെ തന്നെ കൈ കാലിൻ്റെ ഫീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടൊന്ന് മുട്ട് ആദ്യമേ നമ്മളിപ്പോൾ ഒരു ബിഗിനർ ലെവലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ എല്ലാവർക്കും നല്ല പ്രോപ്പറായിട്ട് നമ്മളിപ്പോൾ ആദ്യമേ ചെയ്യുമ്പോൾ നല്ലപോലെ എന്താ ചെയ്യുക, ഒരു പോസ്റ്റേഴ്സ് എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഒരു കണ്ടിന്യൂസ് പ്രാക്ടീസ്, യോഗ എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. ആദ്യമേ വന്ന് നമുക്ക് എല്ലാം ഒന്ന് പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ വന്നോളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പെർഫെക്ഷൻ ആയിട്ട് നമ്മുടെ പോസ്റ്റർ ശരിയായില്ല എന്നൊന്നും പറയാവണ്ട. ഒന്ന് മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഒരു സ്ട്രെന്ത് ചെയ്യുക. കാലൊന്ന് പ്രോപ്പറായിട്ട് ഒന്നൊന്ന് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. ബ്രീത്തിങ് ആണ് മെയിൻ. പ്രോപ്പർ ബ്രീത്ത് എടുക്കുക. മൂക്കിൽ തന്നെ ബ്രീത്ത് മൂക്കിൽ തന്നെ വിടാൻ നോക്കുക കേട്ടോ. ഇൻഹേൽ ആൻഡ് ഔട്ട് ത്രൂ നോസ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 times നമ്മൾ റെഗുലേറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എണീറ്റ് വീണ്ടും ചെയ്യാം, അങ്ങനെയാണോ? 5 times അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്താൽ പൊസിഷനിൽ തന്നെ നിന്നിട്ട് 5 times ബ്രീത്ത് എടുത്തും ബ്രീത്ത് ഔട്ട് ചെയ്തും അതൊക്കെ ഹോൾഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതുവരെ നമ്മൾ നിന്നിട്ടുള്ള ആസനങ്ങളാണ് ചെയ്തത്. അപ്പോൾ ഇനി ഇരുന്നിട്ടുള്ള ആസനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അനന്തുവിനോട് ചോദിക്കാം. അപ്പോൾ അനന്തു, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇരുന്നിട്ട്? അതെ, നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും എപ്പോഴും നിന്ന് തന്നെ ചെയ്യാൻ പറ്റുമെന്നിരിക്കില്ല. ഇപ്പോൾ കുറച്ച് പേർക്ക് ഇപ്പോൾ പ്രോപ്പറായിട്ട് നമ്മളിപ്പം യോഗ ചെയ്യുന്നത് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയും കൂടെയാണ്. ഓക്കെ, നമുക്ക് ഇരുന്നിട്ടുള്ള മാറ്റ് കൊണ്ട് എങ്ങനെയാണ് നമ്മളിപ്പോൾ അടുത്ത യോഗ ചെയ്യുന്നത്, അടുത്ത എന്തൊക്കെ പോസ് ഉണ്ട്, എന്തൊക്കെ ആസനമുണ്ട്, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പരിവിതാസനം. പരിവിതാസനം എന്ന് പറയുമ്പോൾ നമുക്ക് ബോഡി ട്വിസ്റ്റിംഗ് എന്നാണ്, സീറ്റഡ് ട്വിസ്റ്റ് എന്ന് പറയും. സീറ്റഡ് ട്വിസ്റ്റ് എന്നുള്ള ഈ ട്വിസ്റ്റിംഗ് കാരണം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയുടെ ഡീടോക്സിഫിക്കേഷൻ നന്നായിട്ട് നടക്കും. എത്രത്തോളം ഡീടോക്സ് ഉണ്ടോ അതെല്ലാം ടോക്സിസിറ്റി നമ്മളെ നിന്ന് എത്രത്തോളം അകന്നു പോകുന്നതാണ് ഈ ട്വിസ്റ്റിംഗ് എക്സസൈസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, വലിയ ആവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോപ്പർ ബോഡി പോസ്റ്റേഴ്സും ഈ കോർ സ്ട്രെങ്തനിങ്ങിനും എല്ലാത്തിനും വേണ്ടിയാണ് പ്രോപ്പർ നമ്മൾ ഈ ട്വിസ്റ്റിംഗ് എക്സസൈസ് മെയിൻലി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇരുന്നിട്ട് നമുക്ക് ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആസന, അതാണ് ഒരു സീറ്റഡ് ട്വിസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബോഡി ഒന്ന് സ്പൈൻ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യുക. ഓക്കെ, പ്രോപ്പറായിട്ട് ഇരിക്കുന്ന തന്നെ കറക്റ്റ് ബാലൻസ് ചെയ്ത് ഓപ്പോസിറ്റ് ബേസ് നമ്മുടെ ഈ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ പ്ലേസ് കൊടുത്തിട്ട്, റൈറ്റ് ആണെങ്കിൽ കൊടുത്തിട്ട് ബാക്കിലോട്ട് ഒന്ന് പ്ലേസ് ചെയ്യുക. ഷോൾഡർ ലെന്തിന് കേട്ടോ, കുറച്ചുകൂടെ നല്ല ഷോൾഡർ വിത്തിന് കൊടുത്തിട്ട് സൈഡോട്ട് നോക്കുക. അത് ന്യൂട്രലൈസ് ചെയ്ത് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തിട്ട് ഇറങ്ങല്. എന്നിട്ട് നേരെ സ്ട്രൈറ്റ് വരിക. ബ്രീതിങ്, come on again, breathe to side, and gently back. Okay, slowly. ഡ്യൂറേഷൻ എങ്ങനെയാണ്, എത്ര പ്രാവശ്യം ചെയ്യണം? ഇത് മാക്സിമം നമുക്ക് പറ്റുന്ന ഒരു 5 times or 10 times. ആദ്യമേ ഒരു ബിഗിനർ ഈച്ച് സൈഡ് നമുക്കൊരു 10 times ആദ്യമേ ചെയ്യാം. ബ്രീത്തിങ് അതുപോലെ തന്നെ ബ്രീത്തിങ് മാറരുത്. ബ്രീത്തിങ് പ്രോപ്പറായിട്ട് നമ്മൾ എടുക്കുക. അതുപോലെ നമുക്ക് തന്നെ ബ്രീത്ത് എടുത്തിട്ട് പ്രോപ്പറായിട്ട് ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എക്സേൽ ചെയ്യുക. ഓക്കെ, ബോഡി സ്പൈൻ സ്ട്രൈറ്റ് ആകും. ഓക്കെ, കമോൺ ചെയ്ത് ഒരു 5 times നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ചെയ്തോളൂ. ട്വിസ്റ്റ് ചെയ്യുക. Yes. Slowly come back. On place it hand. തിരിച്ച് വരയെ പോയി വരിക. ഫൈൻ. ഇന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, ഇന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ കിട്ടുന്നതാണ് പറയുന്നത്. ഉറപ്പായും ഡീടോക്സിഫിക്കേഷൻ മാത്രമല്ല ഒരു പ്രോപ്പർ പോസ്റ്ററും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, കാരണം നമ്മൾ വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരുന്നാണ് ജോലി. അതെ, വർക്കിന്റെ ബേസിൽ മാത്രമല്ല നമുക്കൊരു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ കാര്യം മെയിൻലി നമുക്ക് ഉണ്ടാവുന്നത് തന്നെ നമ്മൾ ഈ നിവർന്നിരിക്കുമ്പോഴാണ്. അല്ല നമ്മൾ ഇപ്പം എപ്പോഴും നോക്കിയാലും നമ്മൾ ഇരിക്കുന്ന പോസ്റ്റ് തന്നെ പൂവിനുണ്ടാവും, ചിന്തിക്കാനുള്ള ഇതുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾ വരെ ഇങ്ങനെ ടിവി ഒക്കെ കാണുമ്പോൾ തന്നെ അവരുടെ പോസ്റ്റ് ഇരിക്കുകയാണ്. അതെ, അതുകൊണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിനും നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ.